മുട്ടിൽ മരമുറി കേസിൽ ഉൾപ്പെട്ട മരങ്ങളിൽ പലതും കടത്തിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടന്നിരുന്നതായും വെളിപ്പെടുത്തൽ. നിയമവിരുദ്ധമായി മുറിച്ചെടുത്ത മരം പെരുമ്പാവൂരിനടുത്തുള്ള ഒരു ടിമ്പർ ഡിപ്പോയിലേക്കാണ് കടത്തിയത്. വനം വകുപ്പിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് മരം തിരിച്ചുകൊണ്ടുവരികയായിരുന്നു. പാസുകളില്ലാതെ മരം കടത്തിയത് മില്ലിന്റെ ഉടമ തന്നെ മുതിർന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥനെ അറിയിക്കുകയായിരുന്നു. കേസിൽ അട്ടിമറി നടന്നുവെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഇതിനു മുൻപ് ഈ മുറിച്ച തടികൾ മുഴുവൻ ഒരു ടിമ്പർ ഡിപ്പോയിലേക്ക് കടത്തി എന്ന ചില വിവരങ്ങൾ വന്നിരുന്നു. അത് തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളതാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ആ ടിമ്പർ ഡിപ്പോയുടെ ഉടമസ്ഥൻ്റെ ചില സ്റ്റേറ്റ്മെൻറ്റുകളും ചില ഇൻഫർമേഷനും ഇതിൽ നിർണായകമായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ വസ്തുത എന്താണ്? ഈ മുറിച്ചു വീഴ്ത്തിയ മരങ്ങൾ വയനാട്ടിൽ നിന്ന് ഫെബ്രുവരി മാസം 3-ാം തീയതി ഒരു ലോറി നിറയെ വീട്ടിമരങ്ങൾ തടികൾ എറണാകുളത്തേക്ക് കയറ്റിക്കൊണ്ടുപോയിട്ടുണ്ട്. എറണാകുളത്ത് കരിമുകൾ എന്ന സ്ഥലത്തുള്ള മലബാർ ടിമ്പർ ട്രേഡേഴ്സ് എന്ന മര വ്യാപാര സ്ഥാപനത്തിലാണ് അത് ഇറക്കിയത്. അത് അവിടെ ഇറക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ റെക്കോർഡ്സ് ചോദിച്ചപ്പോൾ മരം കൊണ്ടുചെന്നവർ അത് കൊടുത്തിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഡിപ്പോയിലെ ഉടമസ്ഥൻ MM അലിയാർ എന്നാവട്ടെ അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം നോർത്ത് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിനെ അറിയിച്ചു. കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് വയനാട്ടിലെ ഫോറസ്റ്റ് ഓഫീഷ്യൽസിനെ അറിയിച്ചു. അതിൻ്റെ ഫലമായിട്ട് റേഞ്ച് ഓഫീസർ ഷമീർ ഇവിടെ നിന്ന് പോയിട്ട് 8/2/2021 തീയതി ആ മരം കസ്റ്റഡിയിലെടുത്ത് തിരിച്ചു ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഡിപ്പോയിലുണ്ട്. ഇനി ആ മരം കൊണ്ടുപോകുന്ന സാഹചര്യം ഇതിനകത്ത് പല സംശയങ്ങളും ഉളവാക്കുന്നുണ്ട്. ആ മരം ഈ മരങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോകാനുള്ള പാസ് അനുവദിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട കക്ഷികൾ റേഞ്ച് ഓഫീസറെ സമീപിച്ചപ്പോൾ റേഞ്ച് ഓഫീസർ ഈ ഉത്തരവിധിൻ്റെ നിയമസാധുതയെക്കുറിച്ച് ഉള്ള സംശയം മൂലം എനിക്കൊരു കത്ത് തന്നിരുന്നു. ഇതിൽ ഒരു നിയമോപദേശം വേണമെന്ന് പറഞ്ഞു. എനിക്ക് കിട്ടിയ കത്ത് 27-ാം തീയതി ജനുവരി 27-ന് എനിക്ക് കത്ത് കിട്ടി. ഞാൻ 29-ാം തീയതി ഒരു ലീഗൽ ഒപ്പീനിയൻ എഴുതി കൊടുത്തു. ഇത് മരം മുറി നടന്നത് നിയമവിരുദ്ധമാണ്. ഈ മരം സർക്കാരിൻ്റെ പ്രോപ്പർട്ടിയാണ്, ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. അത് ആർക്കും മുറിച്ചെടുക്കാൻ അനുമതിയില്ലാത്തതായിരുന്നു. ഇത് കടത്തിക്കൊണ്ടുപോകാൻ പാടില്ല. കടത്തിക്കൊണ്ടുപോകുന്നതിന് ട്രാൻസിറ്റ് പാസ് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ റേഞ്ച് ഓഫീസർക്ക് കൊടുത്തു. അതോടുകൂടിയാണ് ആ മരം പോകാതെ ഇവിടെ കിടക്കുന്നതും പെട്ടെന്ന് ഈ വിഷയങ്ങളെല്ലാം ഉണ്ടായത്. പിന്നെ ആ മരം കടത്തിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് റേഞ്ച് ഓഫീസറുടെ മൊഴിയുണ്ട് ഹൈക്കോടതി കൊടുത്തിരിക്കുന്നതിൽ. പിന്നെ CCFൻ്റെ മൊഴിയിൽ വ്യക്തമാണ്. റേഞ്ച് ഓഫീസർ മരം കടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ഈ മരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു സ്പഷ്ടീകരണം ചോദിച്ചുകൊണ്ട് തഹസിൽദാർക്ക് ഒരു കത്തെഴുതിയിരുന്നു 29-ാം തീയതി. തഹസിൽദാർ മറുപടി കൊടുത്തില്ല. പിന്നെ ദിവസം DFO ഇതിന് സ്പഷ്ടീകരണം ചോദിച്ചുകൊണ്ട് അന്നത്തെ ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ളയ്ക്ക് കത്തെഴുതിയിരുന്നു. അവരും ഒരു വ്യക്തത വരുത്തിയില്ല. അതിന് ശേഷമാണ് ഇത് റിജക്റ്റ് ചെയ്യുന്നതും പാസ് റിജക്റ്റ് ചെയ്യുന്നതും പിന്നീട് അവർ യാതൊരു രേഖകളും ഇല്ലാതെ ഈ മരം കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു.